സുഹൃത്തുക്കളെ, ഷെരീഫ് പൂവത്താണിയാട്ടിൽ. അപ്പം ഞാൻ നമ്മളെ കരിങ്കല്ലത്താണി പൂവത്താണി റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. നമ്മൾ മെറ്റലിട്ട് അവർ ശരിയാക്കി, അൽഹംദുലില്ലാ, അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പൊടി, ഭയങ്കരമായിട്ട് പൊടി, ഒരു വണ്ടി, ഒരു കാറിൻ്റെ പിന്നാലെ ഒരു ബൈക്ക് കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സുഹൃത്തുക്കളെ. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഈ റോഡിൽ പൊടി ശല്യം തീർക്കാൻ അധികാരികൾ ഒന്ന് പെട്ടെന്ന് ശ്രമിക്കണം. ഒരു വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ അസഹനീയമായ പൊടി ശല്യമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നോക്കി വണ്ടികൾ ഇവിടുന്ന് ചാടി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ പൊടിയാണ്. ഈ ഒരു സ്കൂളിൻ്റെ, ഒരു ഹൈസ്കൂള് സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ഇത്രയും പൊടിയുള്ളത്. ഇത് അധികാരികൾ ഇത് കണ്ടിട്ട് ഇതിന് ഒരു പരിഹാരം പെട്ടെന്ന് കാണണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് നോക്കിയോക്കാണി, 2 വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ എത്രമാത്രം പൊടിയാണ് ഇവിടെ ഉണ്ടാവണമെന്ന്. ഇതൊക്കെ ഈ കുട്ടികൾ ശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ട് വ്യാപാരികൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരോടും ചോദിച്ചറിയാം. 2 സൈഡിലും മാന്തിയിട്ട് ഇപ്പോൾ റോഡില്ല. റോഡ് ഇപ്പോൾ ഒരു സിറാത്ത് മുസ്തഖീം, ഒരു പാലം പോലെ ആയിക്കൊടുക്കും. പിന്നെ 2 സൈഡിലും മാന്തി പൊടി പടലങ്ങളായിട്ട് കിടക്കും. ഈ സൈഡിൽ പോലെ മറ്റേ ബാറ്ററിയിട്ട് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു കാര്യമില്ല, പൊടിയാണ്, പൊടിക്ക് കുറവില്ല. ആ സൈഡിൽ മെറ്റലും ഇട്ടിട്ടില്ല, ആ സൈഡിൽ കുണ്ടും കുഴിയായിട്ട് പോവുക. അതായത് ഈ സൈഡിൽ വണ്ടി പോകുമ്പോൾ അവിടെ സൈഡ് കൊടുത്താൽ ഒരു ബൈക്കേറുണ്ടെങ്കിൽ ആ കുഴിയിൽ വെക്കും. പിന്നെ മാത്രമല്ല, ഇത് നമ്മളെന്തെങ്കിലുമൊക്കെ പോയി പറയുമ്പോൾ ഇവർ ഓഫീസുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാം ഓലാരിയിലൊക്കെ വരും. അപ്പോൾ ഒരു വെള്ളം നനക്കും, അതേ മറ്റേ ഒരു മൂത്രമൊഴിച്ച് പോകണമാതിരി വെള്ളം നനച്ചാണ് പോകും. അതുപോലെ സൈഡിൽ, അപ്പുറത്തെ സൈഡിലെ പൊടി അവർക്ക് ആള് മാറി എന്നുള്ളോട്ട് ബാധകമല്ല. ഒരു സൈഡിൽ അവർ അതുപോലെ ചെയ്യുള്ളൂ. ഒരു വികസനം വരുമ്പോൾ 2 അഭിപ്രായമുണ്ട്. അതായത് ഒരു വികസനം വരുമ്പോൾ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നിറട്ടുള്ളതാണ് ഗതാഗത തടസ്സം, പൊടി ശല്യം, മഴക്കാലാണ് ചെളി പുളി. പക്ഷേ അതിനൊരു പരിഹാരം, അത് നമ്മളെല്ലാവരും സഹിച്ചേ പറ്റും. വികസനം എന്ന് പറഞ്ഞാൽ കുറച്ചാളത് ബാധിക്കും, പക്ഷെ അത് കുറേ ആൾക്കാർക്ക് ഇതൊരു സമൂഹത്തിന് കുറേ കാലത്തിനുള്ളതാണ്. പക്ഷെ അത് സമയബന്ധിതമായിട്ട് ആ വർക്കുകൾ പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അപ്പോൾ ഈ പൊടി ഇതൊക്കെ, പക്ഷേ അത് നമ്മൾ സഹിക്കാവുന്നതിൽ അപ്പുറമായി. കരിങ്കല്ലത്താണിയിൽ, പ്രത്യേകിച്ച് പൂവത്താണി റോഡിലെ ആളുകൾ ആരും സാധനം വാങ്ങാൻ വരുന്നില്ല. ഒന്നാമത് ഈ ഗതാഗതക്കുരുക്കും വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല. പിന്നെ ഈ പൊടി തിന്നാൻ ആൾക്കാർക്ക് ആർക്കും ആഗ്രഹമില്ലല്ലോ. ഇപ്പോൾ ഈ ഇവിടുന്ന് ഉള്ളൊരു പൂവത്താണി ഹൈസ്കൂൾ, കരിങ്കല്ലത്താണി ഹൈസ്കൂൾ വരെയുള്ള കടകളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ വെച്ചിട്ടുള്ള താൽക്കാലിക കർട്ടൻ വെച്ച നിരവധി കടകൾ കാണാം. അപ്പോൾ അതിനൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ ഉണ്ടാകാം. നമ്മളെ ഈ ഈ വീഡിയോയും അതുപോലെ തന്നെ നമ്മളെ വട്ടത്തൂർ റോഡ് സംരക്ഷണ സമിതിയുടെ ഒക്കെ ശ്രമഫലമായിട്ട് ഉദ്യോഗസ്ഥ തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഏറ്റവും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ ഈ റോഡ് നന്നാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലേ നമുക്ക് ഫൈൻ വരൂലേ? നമുക്ക് ഫൈൻ വരും. അതെന്താ പ്രശ്നം? നമ്മൾ ഇത് സുരക്ഷയാണ് ഗവൺമെന്റിന്റെ ഒരു ഇത്. നമ്മൾ അതേപോലെ ഹോട്ടല്, കടകളിൽ ഒക്കെ ഈ നല്ല ഭക്ഷണങ്ങൾ കൊടുത്തിട്ടില്ലേ അത് നോക്കാനും പിടിക്കാനും, അത് പിടിച്ചാൽ അവർക്ക് ഫൈൻ അടിക്കാനും ഒക്കെ സംവിധാനമുണ്ട്. സംവിധാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിന് ആളുകളുണ്ട്, ആക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മള് ജനങ്ങളെ ആരോഗ്യം മുൻനിർത്തിയാണ്. ഈ അതിനൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് ശമ്പളമുണ്ട്, ഇതൊക്കെ പിടിക്കാനും ഇതാക്കാനും. അപ്പോൾ ജനങ്ങളാരോഗ്യം ആ മേഖലയിലൊക്കെ നോക്കാം. ഈ പൊടി തിന്നതിന് നോക്കാൻ ആരുമില്ല. ഇത് ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. കുട്ടികളെ മറ്റേ ഇത് ഒരു സ്ഥിരം രോഗി വരെ ആക്കാനുള്ള സാധ്യതകൾ ഈ പൊടി ഇങ്ങനെ നിരന്തരമായി ശ്വസിക്കണോട്ടുണ്ട്. ഹൈസ്കൂള് ഇത് നോക്കിയിട്ട് നമ്മൾ ആരോഗ്യം നോക്കിയിട്ട് ഇതിന് നടപടി എടുക്കാൻ ഗവൺമെന്റിൽ സംവിധാനമില്ല, ആളില്ല, ഫൈൻ അടപ്പിക്കാൻ ആളില്ല, ഭരണപക്ഷക്കാർക്ക് അതിന്റെ ഫണ്ടില്ല, മറ്റൊരു എന്താണ് ഇത് നോക്കാൻ. ഇപ്പൊ 1 കിലോമീറ്റർ ഈ റോഡ്, ഈ റോഡിലെ ഈ ഒരു പ്രശ്നം, ഈ പൊടി തീറ്റിക്കല്, രോഗികളുണ്ട്, അതുപോലെ ഗർഭിണികള്, കുട്ടികള്,
ഇവർ ഒക്കെ എന്താണ് മുൻനിർത്തി ഇവരുടെയൊക്കെ ആരോഗ്യത്തെ മുൻനിർത്തി ഒരു കിലോമീറ്റർ ഇതൊരു പരിഹാരം പെട്ടെന്ന് കാണാൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞില്ല ആലോചിച്ച് നോക്കണം. കരിങ്കല്ലത്താണിയിലെ വ്യാപാരി എന്ന നിലക്ക് ഇപ്പോൾ ഉള്ള നമ്മളെ റോഡിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് ഒന്ന് വിശദീകരിക്കാൻ പറ്റും. ഇപ്പം എന്താ നിങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊന്ന് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റില്ലേ? നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് പൊടിശല്യം, മെയിനായിട്ട് പൊടിശല്യം, എല്ലാ സാധനങ്ങളും നാശാവുക, ഒരുപാട് നഷ്ടങ്ങൾ, അതേപോലെ എല്ലാ സാധനങ്ങളും പൊടി പിടിക്കുക. ഒരു ദിവസം 3-4 തവണ നമ്മൾ ക്ലീൻ ചെയ്താലും വീണ്ടും പൊടി മാത്രം ബാക്കിയായിരിക്കും. അതുപോലെ പിന്നെ കച്ചവടം, ജനങ്ങൾ ഇങ്ങോട്ട് വരവന്നെ കമ്മിയായി. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ബസ്സിന് പോവുകയാണെങ്കിൽ പൊടി തന്നെ. ഇപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊറോണ കൂടി മാസ്ക് ഇടായിരുന്നിട്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇപ്പം മാസ്ക് ഇടായിരുന്ന നമ്മളെ ലങ്സിൻ്റെയും എല്ലാ കാര്യവും കട്ടപ്പോകയാണ്. പിന്നെ അതാ എന്ത് സാധനം വെച്ചാലും അതിന് പൊടി പാറിയിട്ട് എന്നാലും അത് ശരിയാവൂല, അപ്പോഴും ക്ലീൻ ആവൂല. ഇപ്പൊ കച്ചവടം വേറെ ഭാഗത്ത് കൂടി ആയി. ഇവിടുത്തെ ആൾക്കാർ അതൊക്കെ ഡിമായി, അതുറപ്പാണ്. ഇത് ഈ ബുദ്ധിമുട്ട് ആർക്കറിയും. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ എന്താണ് തൊഴിലിന് പോണ ആളുകളുണ്ട്. പിന്നെന്താ, അവർക്ക് അവരുടെ ഒരു ബസ്സാണെങ്കിൽ ആ ബസ് ഒരു ഓണർമാർ പറഞ്ഞാൽ എല്ലാവരും വലിയ മുതലാളിമാരൊന്നുമല്ല, ഒരു ബസ് കൊണ്ട് ഉപജീവനം നടത്തുന്നവരുണ്ട്. അവർക്ക് ഇതിൽ മറ്റേ ഡീസലിൻ്റെ ചിലവ്, മെയിൻ്റനൻസ്, ഒരു സാധാരണക്കാർ എന്താണ് അതിലൂടെ ബുദ്ധിമുട്ടാണ്. ഓട്ടോ തൊഴിലാളികൾ അവർ ആകെ ഇതുമ്പന്ന് എന്തെങ്കിലും എണ്ണ അടിച്ചിട്ട് ഇതിൻ്റെ കേടും ഈ ടാക്സി ഇൻഷൂറും ഇവർ ഈ പറഞ്ഞ പോലെ സുരക്ഷ മുൻനിർത്തിയുള്ള വില ഫൈനും ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടാൻ വകുപ്പുള്ളിടത്താണ് ഈ റോഡും വന്ന് ഈ എന്താ എണ്ണ ചെലവും ഇവരെ മെയിൻ്റനൻസും വന്ന് ഈ പാവോട്ടോക്കാർ പട്ടിണിയാകുന്നത്. കടക്കാർ നമ്മൾ ഈ കരിങ്കല്ലത്താണി പോത്താണ് ഈ ഇടയിൽ അല്ലെങ്കിലേ കച്ചവടമല്ല, എന്നോ നാളെ പൂട്ടണ്ടു നിൽക്കുന്ന ആൾക്കാർ. ആ ആളുകൾക്ക് ഇപ്പോൾ ഈ എന്താ ഒരു കസ്റ്റമർ ഈ റോഡിൻ്റെ അവസ്ഥ കാരണം ഈ ഭാഗം ടച്ച് ചെയ്യാതെ ഒഴിഞ്ഞു പോയിട്ട് വേറെ എവിടെ സാധനം നമ്മളറിയുന്നുണ്ട്. കാരണം നമ്മളെ കുട്ടിയൊക്കെ ഒരു ബേക്കറിയിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഓന് പറയും ഇപ്പോൾ 15 ദിവസം ഇവിടെ വർക്കുള്ളൂ, 15 ദിവസം പുറത്ത് ഒരു ഇതിൽ പോയി നിൽക്കുകയാണ്. അവൻ എന്താ ചോദിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ കച്ചവടമല്ല, ഈ വഴിക്ക് വണ്ടികൾ വരുന്നില്ല. ഒരുപാട് വണ്ടികൾ ഓടിയുന്ന റോഡിൽ നിന്ന് ഒരു 50% വണ്ടികൾ കമ്മിയായിന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് കച്ചവടം കമ്മിയായിന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കരിങ്കല്ലത്താണി പൂവത്താണി റോഡിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവസ്ഥ എന്ന് പറയാച്ചാൽ ഇപ്പോൾ മഴ നേരത്താണെങ്കിൽ ഭയങ്കര ചളിയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൊടി കൊണ്ട് ഈ സ്കൂൾ കുട്ടികൾ എത്ര കുട്ടികളാണ് ഇതാ ഒരു ബസ് ഇതാ പോകുന്നു. ഇത്രയും കുട്ടികൾക്ക് ഈ പൊടി തിന്ന് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നമുക്കിന്ന് പുറത്തിപ്പോൾ ഞാൻ റേഷൻ പിടിയെ പോയി തരിക, പക്ഷേ ഇതാണ് പൊടി കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പല എന്തൊക്കെ നടപടികളുണ്ടായിട്ടും ഒന്നും ഇവിടെ വില പോകുന്നില്ല. റോഡ് പണി ഇപ്പം ഉണ്ടാവേണ്ടതുണ്ട്, അതും നടക്കുന്നില്ല. കുട്ടികളുടെ അവസ്ഥയാണ് ഈ രാവിലെ വൈകുന്നേരം കുട്ടികൾ ഈ പൊടിയുണ്ട്, ഈ പൊടി നോക്കി ഈ ജനങ്ങളെ ഈ പൊടി ഈ പൊടി പോകണ നോക്കാം. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനാണ് അതിൻ്റെ അവസ്ഥ. ആ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഈ കുട്ടികളുടെ അവസ്ഥ നടക്കാൻ പോലും കുട്ടികൾക്ക് ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. ഈ പൊടി ഭയങ്കര കുട്ടികൾ എന്താണ് ആ കുട്ടികളൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ പൊടി അത്രയും തിന്നിട്ടാണ് പോണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ നേരെയാക്കണം. ഇത് ഒരു കടക്കാരൻ്റെ അല്ല, ഈ കരിങ്കല്ലത്താണിന്ന് പിന്നെ വരുമ്പോൾ പൂവത്താണി വരെയുള്ള എല്ലാ വ്യാപാരികൾക്കും. അത് വ്യാപാരികൾ ഇനിയിപ്പോൾ അങ്ങനെ ഇവിടെയല്ലേ ഈ ചെറിയ ചെറിയ കുട്ടികൾ ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ താമസിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ചെറിയ ഈ പൊടി ശ്വസിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു സംവിധാനം നമ്മളെ നാട്ടിലില്ല. നമ്മുടെ ഒരുപാട് ഓഫീസുകളിൽ കൂടി ഇതിനു വേണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇവർ കയറി ഇറങ്ങുമ്പോൾ ആ സമയത്ത് മാത്രം ഒന്ന് വെള്ളം നനയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ഇപ്പോൾ ആ സൈഡിൽ ഇതേപോലെ മെറ്റലിട്ടിട്ടില്ല, ആ സൈഡിൽ മറ്റേ ഇതിൻ്റെ ഒപ്പം ഇടുമെന്ന് പറഞ്ഞിരുന്ന അത് ഇട്ടിട്ടില്ല. അതിപ്പോൾ അവർക്ക് അതിന് സൗകര്യമല്ല. ഇതിനിപ്പോൾ നമ്മൾ പോലെ ഓഫീസുകളിൽ കൂടി കയറി ഇറങ്ങി നമ്മളെ പണിയും തൊഴിലൊക്കെ മെനക്കെടുത്തി അവിടെ ചെന്നാൽ അപ്പോൾ അവിടെ ഒരു JCB ഇതും കൊണ്ടുവന്ന് ഇതിനൊരു സ്ഥിരം സംവിധാനം നോക്കേണ്ട ആളുകൾക്ക് എന്താണ് പണി? അപ്പോൾ അത് ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇത് നമ്മളിങ്ങനെ എന്നും ഇതിന് സമരമോ അല്ലെങ്കിൽ ഇതിന് പിന്നാലെ നടക്കേണ്ട ആളുകളോ നമുക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഈ ഐമാസ് ലൈറ്റിൻ്റെ അടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, നടുവിലാണ് ജംഗ്ഷനിൽ. കുറച്ചാണ് പോയിട്ട് നിങ്ങൾ പിന്നെ ആ ഇർട്ടത്തൊന്ന് പോയി നോക്കി നിങ്ങൾക്ക് കാണാം.
അവിടുന്ന് വണ്ടി വരുമ്പോ ആ പൊടികൾ എത്രമാത്രം പൊടിയുണ്ട് ആ വണ്ടിയുടെ പകല് നമ്മളൊക്കെ ഇപ്പോൾ വേറെ ഇവിടെ തന്നെയല്ലേ എല്ലാവർക്കും കാണാം. പിന്നെ ഒരു ഇട്ടെടുത്ത തുണി എടുത്തിട്ട് ഒന്ന് നമ്മളൊരു വെള്ള തുണി ഇട്ടിട്ട് പോയിട്ട് വന്നാല് ആരോടത് പറയാന്നറിയാത്തൊരു അവസ്ഥ. എന്തായാലും നമുക്ക് കൂടുതൽ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു മുന്നോട്ടുള്ളൊരു 1-2 ദിവസം കൂടി നമുക്ക് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ജനങ്ങളെ ഈ ഇവിടെ നമ്മൾ സംഘടിപ്പിച്ച് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഇപ്പോൾ ഒരു സമിതിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു റോഡ് സുരക്ഷാ സമിതി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അവരെയൊക്കെ നിർത്തി നമുക്ക് ഇതിനൊന്ന് ഒരു പോം വഴി ഉണ്ടാക്കേണ്ട ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട സമര മാർഗങ്ങളൊക്കെ ചാനലുകാരൊക്കെ വന്നിട്ട് നമ്മളുണ്ട് പല 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 രീതിയിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ എന്താ പാർട്ടിപരമായിട്ടും അല്ലാതെയും ജനകീയമായിട്ടും ഒക്കെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. നമ്മളെ ഈ റോഡ് ഉണ്ടല്ലോ, കരിങ്കലത്താണി റോഡ്, അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? ഈ കേടുന്ന് കിടക്കണതിനെ പറ്റി വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി ഈ റോഡ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ വീഴുകയും പിന്നെ പരിക്ക് പറ്റുകയും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ റോഡിൽ പൊടി പടലങ്ങൾ നല്ലോണം ഉണ്ട്. നമ്മളൊരു വണ്ടി പോയാൽ നമ്മുടെ മൂക്കിലേക്കൊക്കെ വരുന്ന പാറപ്പൊടികളും അതും ഇതൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡ്. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കുക എന്നാണ് നമ്മുടെ ആദ്യത്തേത്. അപ്പോൾ എന്തുകൊണ്ട് എന്നാൽ ഇതിൻ്റെ അധികൃതർ കണ്ണു തുറക്കണം. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇറങ്ങേണ്ടി വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ജനങ്ങളൊരു ആവശ്യം തന്നെയാണ്. ഇത് അധികൃതർ ഇത് അറിയണം, കാണണം, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. തീർച്ചയായും നിർബന്ധമായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടും നമ്മൾ കരുതാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു വിശാലമായ ഒരു ചർച്ച ഇനി ആവശ്യം വരും. ശരി.